മക്കളെ സഞ്ജു, നീ കൃത്യമായിട്ടൊക്കെ പഠിച്ചോണേ. ഞാനിവിടെ ഇല്ലെന്നോർത്ത് നീ ഉഴപ്പിക്കളയരുത്. എനിക്ക് അത് തന്നെ അച്ഛനോട് പറയാനുള്ള. ചുമ്മാ പോയി ഉഴപ്പരുത്, പോയി നന്നായിട്ടൊന്ന് തിരിച്ചു വാ. വാ അടിയൻ അനുസരിച്ചോളാവേ. ഉഴപ്പാതെ കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് വരാം. മോളെ മധു, ഞാനിവിടെ ഇല്ലെന്നോർത്തിട്ട് നീ അമ്മ ഒറ്റയ്ക്ക് ആക്കി കളയരുത് അടുക്കളയിൽ. നീ കൂടെ നിന്ന് ജോലിയെല്ലാം എടുത്തോണം കേട്ടാ. അല്ലെങ്കിൽ അച്ഛനോട് ഉള്ളപ്പോഴും ഞാൻ തന്നെയല്ലേ അമ്മനെ സഹായിക്കാറ്. അപ്പൊ അച്ഛൻ്റെ ഉപദേശമൊന്നും വേണ്ട. ആയിക്കോട്ടെ മോളെ കൃഷ്ണ. എന്റെ പൊന്നച്ഛ എന്നോടത്തൊന്നും പറയല്ലേ, എനിക്കൊന്നും അനുസരിക്കാൻ വയ്യ. നീ വരുപടി. എൻ്റെ ഒക്കെ ഉപദേശം ചോദിച്ചോണ്ട് നീ വരും. എക്കാന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു തരാം നിന്റെ. അമ്മേ, 2 ദിവസത്തേക്ക് ഞാൻ മാറി നിൽക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അനുഗ്രഹം ഉണ്ടായിരിക്കണം. നിന്റെ മട്ടുമാതിരിയും കണ്ടാ നീ ആണ്ട് ഗൾഫിലേക്ക് പോണ പോലെ ഉണ്ടല്ലോടാ. 2 ദിവസം മാറിക്കുന്നതിനാടാ. എന്തുവാടാ ഇത്? ആർക്കൊരു വിലയും ഇല്ല. ചേട്ടാ എന്നോട് യാത്ര പറയണല്ലേ? നിന്നോട് എന്ത് യാത്ര പറയാനടി? നീ നിന്റെ വലതുകാലം എടുത്ത് വെച്ച് ഇവിടെ 1-ാം തീയതി കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ടപ്പുകയാണ്. അത് തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവരോടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞില്ലേ, എന്നോട് ഒരു വാക്ക് പറ. നിന്നോട് പറയാം ഒരു വാക്ക്. ഞാനിവിടെ ഇല്ലാന്ന് വെച്ചിട്ടേ നീ ആ പുഷ്പയെടുക്ക പോയി ചൊറിഞ്ഞ് അവളുമായിട്ട് വഴക്കുണ്ടാക്കി ഇവിടെ വല്ല അപകടം ഉണ്ടാക്കിയ നിന്റെ തലയനടിച്ച് പൊട്ടിക്കും. വിളിക്കുന്നു പുഷ്പ. എന്ത് ചെയ്യേ ചേച്ചി? നിങ്ങൾ പറഞ്ഞ കാശ് മുഴുവനുണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ എണ്ണി നോക്ക്. എണ്ണൊന്നും വേണ്ട. പിന്നെ ഇത് ഞാൻ ചിട്ടി പൈസയിൽ നിന്ന് എടുത്തിട്ടാ തന്നത്. 2 ദിവസം കൗൺസിലിംഗ് കൂടി നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരണം. ഓ, കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ ഞാൻ തിരിച്ചു വരാം. ഞാനെന്നാ പോയിട്ട് വരാം. അമ്മേ അനുഗ്രഹിക്കണം. ഈ കാലും കയ്യൊന്നും പിടിച്ച് നേരം കൂട്ടല്ല. കോയമ്പത്തൂർ വരെ എത്തണ്ടല്ലേ, വേഗം പോവാൻ നോക്ക്. കോയമ്പത്തൂരോട്ട് പോവുക. അച്ഛാ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചോണ്ടിരുന്നേ. ഞാൻ കഴിക്കാൻ മേടിച്ചോണ്ട് വരും. നിനക്ക് മാത്രം തരത്തില്ല, ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കും. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥിക്കണേ. അച്ഛാ പോയി നന്നായി വാ. പോയി അടിച്ചു പൊളിച്ചിട്ട് വാച്ചാ സെറ്റാക്ക്. എന്തിനാടാ നോക്കിക്കുന്നത്? പോ അങ്ങോട്ട്. നമ്മുടെ സാക്ഷരതാ ക്ലാസ്സിലെ ഇതുപോലത്തെ നോവലൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന എന്ത് രസമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മേ, നീ എന്താടി ഐസ്ക്രീമിൽ വീണോ? എത്ര നേരം ഞാൻ വിളിക്കണു. എന്തോ പറ്റി? പുക കഴിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം തീർന്നു. അമ്മ മോട്ടർ നിട്ടൂടെ? നീ അങ്ങോട്ട് മോട്ടർ പോയിട്ട് അമ്മയ്ക്ക് നിട്ടൊന്നൂടെ? അതിനാ നിനക്കിട്ടാ കണ്ണു കാണാത്ത ഞാൻ അങ്ങനെ പോയി എടുക്കണ്. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇവിടെ നിന്ന് നോവല് വായിക്കുക. അമ്മയ്ക്ക് എന്നെക്കാൾ വലുതാണ് നോവല്. അതെ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എടേ പുഷ്പേ, പുഷ്പേ. അമ്മ എന്താ ചേച്ചി വിളിക്കണേ? അവള് വിട്ടുതരും. എന്താ അമ്മയെ വിളിച്ചേ? ഇതെന്ത് ഫേഷ്യലടി? ഇത് സോപ്പ് കൊണ്ടുള്ള ഫേഷ്യല്. വെള്ളം തീർന്നു ചേച്ചി. എടി ആ മോട്ടർ ഒന്ന് അടിച്ചേ. അമ്മ പോയിട്ടിടമ്മേ. എടി മോട്ടർ ഒന്ന് അടിച്ചിടാമല്ലേ? വെള്ളം തീരുന്ന എനിക്ക് അറിയാമല്ലേ? ഇല്ല, എനിക്ക് സൗകര്യമില്ല. അതിനാ മോട്ടർ കത്തിപ്പോയോ? കത്തിപ്പോയി. നീ എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതല്ലമ്മേ, ശരിക്കും നമ്മളെ മോട്ടർ കത്തിപ്പോയി. അയ്യോ, അപ്പൊ എന്റെ മുഖം ഇങ്ങനെ കഴുകും ഞാൻ? നീ കഴുകണ്ട, ഇങ്ങനെ നിന്നെ കാണാൻ നല്ല സ്റ്റൈലുള്ളത്. എന്നാ കുറച്ച് മൂത്ത് ഞാൻ തേച്ചു തരാം. ചേച്ചിക്ക് അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. എന്തൊരു കണ്ണ് നീറിയിട്ട് വയ്യ. എന്നാലും നിന്റെ ഏട്ടൻ പറഞ്ഞത് ശരിയാ മോളെ. നീ വന്നത് നമ്മളെ മോട്ടർ കത്തി. അത് ശരിയാ. ഇവള് കാലെടുത്ത് വെച്ചത് ഇവിടുത്തെ വെള്ളം കൂടി മുട്ടിച്ചു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അപമാനിക്ക? ഓ, ഈ അവസ്ഥയില്. അല്ല, എനിക്ക് 1-ാം തീയതി എന്നെ ഇങ്ങോട്ട് കെട്ടിയെന്നളിക്കണം എന്നാ നിർബന്ധം ഉണ്ടായേ? കൊണ്ട് കളിക്കളയാടി. ഞാൻ കാണിച്ചു തരാല്ലോ അതിന്. ഒരു മോട്ടർ ഇടാൻ വെള്ളം തരുന്ന മനുഷ്യനില്ലേ വീട്ടില്? ദൈവമേ, ഇതെന്റെ മേത്താക്കിയത് കൊണ്ടോടി. അതങ്ങ് തുടച്ചാളി. ഇങ്ങോട്ട് തുടക്കാനല്ല പറഞ്ഞത്, സാരി തുടക്കാനാ പറഞ്ഞത്. പിന്നെ എന്റെ സാരി ചീത്താക്കാൻ ഇച്ചിരി ചേതമുണ്ട്. പൊടി വേണേ. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അത് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. എന്നെ തല്ലിക്കൊല്ലുവാ. എന്തിനാ ഇങ്ങനെ നിലവിളിച്ച കാര്യം? ആരും വരത്തില്ല. നിങ്ങളെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അറിയാം. സാധനമാ.